വൈബിന് എൻജോയ് ചെയ്യാൻ വന്നതാ കടിയാദികൾ. ഇതാണ് ടോപ്പ് സ്റ്റേഷൻ. ഇതാണ് ടോപ്പ് സ്റ്റേഷനിലുള്ള വ്യൂ. മസ്റ്റ് കമ്മാണ്. ഇവിടെ എന്തൊക്കെയായാലും വരണം. അതാണ് കുലുക്കുമലി. അവിടുന്ന് നേരെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ടല്ലേ, ആ ഭാഗത്ത് മൊത്തം അങ്ങോട്ട് തമിഴ്നാടാണ്. കമ്പം, മധുരൈ ആ ഭാഗങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ഫുള്ള് തമിഴ്നാട്. നമ്മളെ കേരളമായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. നമുക്ക് താഴത്തുനിന്ന് ഇവിടുന്ന് താഴെ വരെ പോവാം. താഴെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. നമുക്ക് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് കുറച്ച് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴുള്ള വ്യൂ ആണിത്. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ, കൊള്ളാം. എന്തൊക്കെയായാലും ഇതാ അമറും നബീലും അവിടെ ഉണ്ട്. സാധിക്ക അവിടുന്ന് വേറെ വ്ളോഗ് എടുക്കുന്നുണ്ട്. അവൻ വേറെ വ്ളോഗ് ചാനൽ തുടങ്ങാൻ തോന്നുന്നു. ാണുള്ളത്. ബാക്കിൽ നിങ്ങൾക്ക് ഭൂമി കാണാം. ഇപ്പൊ വന്നിട്ട് 1 മണിക്കൂറായി. ഓക്സിജന്റെ ചെറിയൊരു പ്രശ്നം, വേറെ കുഴപ്പമൊന്നുമില്ല. അടിപൊളി സ്ഥലമാട്ടോ. എന്തെങ്കിലും ടോപ്പ് സ്റ്റേഷനിൽ വരാണ്ട് നിങ്ങൾ മൂന്നാറിൽ വന്നിട്ട് പോയത് അവിടെ കണ്ടോ ഇങ്ങനെ മല? അവിടെ ഇങ്ങനെ ആരും എന്തോ സിക്സ് ആക്ക് മാതിരി വരച്ചാരി കണ്ടോ? സൂം ചെയ്തിട്ട് കണ്ട് ഇവിടെ കണ്ടോ? എങ്ങനെ ഏലിയൻ വരച്ചത്? ഏലിയൻ തന്നെ എന്തോ സിഗ്നലാ. കറക്റ്റ് പേര് മനസ്സിലായ കൊളേട്ടാന്നാണ് ഇല്ലേ? കൊളേട്ടാന്നല്ലേ ഇതിന് പറയാ? കൊളേട്ടന്ന് വിളിച്ചു തിരിഞ്ഞോക്കണ്ട. കൊളേട്ട മോനെ ആ സാധിക്കേട്ടാന്ന് എന്തോ അതാ. ഇവിടെ രണ്ടെണ്ണം ഇതാ ഇങ്ങനത്തെ അട്ടകൾ ഉണ്ടാവും ഇവിടെ. നോക്കി വന്നോണ്ടി പാന്റിന്റെ ഉള്ളിൽ കേറിയിരുന്ന് കഴിക്കും. കുണ്ടലായി ലേക്കിലേക്ക്, കുണ്ടലായി അങ്ങനെ എന്തോ ഒരു ലേക്ക് ഉണ്ട്. ഇനി അവിടേക്കാണ് പോയത്. കുണ്ടലായി ഡാമോ എന്ത് കോവയ്ക്ക മൊണ്ണേടാ അങ്ങനെ തട്ടോ. രണ്ടും കൂടി മിക്സ്ഡാ, ലേക്കും ഡാമും കൂടി. അവിടേക്കാണ് നമ്മൾ പോവാനുള്ളത്. ശരിക്കും പാക്കേജില് ആദ്യം അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും നമ്മള് ടോപ്പ് സ്റ്റേഷനിലേക്ക് വരേണ്ടത്. ബട്ട് അവിടെ എന്താണ് ബ്ലോക്ക് ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് കുറെ അരമണിക്കൂർ നമുക്ക് ട്രാവൽ ചെയ്യാറുണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക്. അതുകൊണ്ട് മൂപ്പര് പറഞ്ഞ് നടന്നു പോകാൻ കഴിയില്ല, ഓട്ടോ തന്നെ പോകണം. അതുകൊണ്ട് എന്തായിരിക്കും നമ്മള് ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ ടോപ്പ് സ്റ്റേഷൻ നമ്മൾ ആദ്യം പോയി. എന്നിട്ട് ഇനി അടുത്തങ്ങോട്ട് പോകുന്നു കുണ്ടലൈ. ഇവിടേക്ക് വരുന്നോളൂ ശ്രദ്ധിക്കേണ്ട വെച്ചാല് നല്ല അട്ടശല്യം ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മളിതാ കുണ്ടായി ഡാം ഇതാണ്. അവിടെ എത്തിക്കുന്ന നമ്മള് അവിടുന്ന് ഇതാ കൊറേ കടയാടി കൊരങ്ങന്മാരുണ്ട് അവിടെ. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. ഇവന്മാര് വെറുതെ നമ്മളെ ഐസ്ക്രീം എടുത്ത് കൊണ്ടുപോയി. ഐസ്ക്രീം എടുത്ത് ഗുണ്ടായിസ് ആണ് ഇവിടെ നടക്കുന്നത് അല്ലേ? ഗുണ്ടായിസ് കൊണ്ടുപോയി ഒരുത്ത ദേഷ്യപ്പെടാ നമ്മളേക്ക്. നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. അപ്പൊ ഇതാണ് നമ്മളെ കുണ്ടായി ഡാം. ഇതാണ് ഡാം. ഓക്കെ, ഈ ഡാമിൽ നിന്ന് ഇനി കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലേക്ക് ഉണ്ട്. ലേക്കിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മളെ ഓട്ടോക്കാരന് ഭയങ്കര ധൃതി. 30 രൂപയ്ക്ക് ഐഫോൺ, 50 രൂപയ്ക്ക് കാർ, പിന്നെ കൈ നിറയെ പണം. വരുമ്പോ എന്തൊക്കെയായാലും ഇങ്ങനെ ഓട്ടോ വിളിച്ച് വരുന്നതിനെക്കാട്ടും നല്ലത് പ്രൈവറ്റ് വണ്ടിയിൽ വരുന്നതാണ് കൂടുതൽ. കുറച്ചും കൂടി ഒരു കാറിലോ അല്ലെങ്കിൽ ജീപ്പിലോ കുറച്ചും കൂടി സുഖം അതാണ്. അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നേരെ ഓട്ടോ കയറിയിട്ട് നമുക്ക് കയറിയ സ്ഥലത്ത് തന്നെ ഇറങ്ങാം. അപ്പൊ നമ്മളിതാ ഓട്ടോ നേരെ ഇറങ്ങിയിട്ട് മാപ്പ് നോക്കിയിട്ട് നമ്മളിതാ നേരെ KSRTC സ്റ്റാൻഡിലേക്ക് പോവാണ്. ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ആലുവ. ഇവിടുന്ന് ട്രെയിൻ കയറിയിട്ട് നേരെ കോഴിക്കോടേക്ക് പോകണം. കോഴിക്കോട് പോയിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങണം. അപ്പൊ നമ്മള് ട്രെയിനിൽ കയറിയിട്ട് എല്ലാരും നിലത്തിരിക്കാണ്. വെറുതെ ആർക്കും ദ്രോഹിനത്ത് ചെറിയൊരു ഇറച്ചിക്കഷ്ണം ഒടിക്കാനേ. നവീൻ ഉറങ്ങി. അമറിന് സീറ്റില്ല. അമറിന് ആരും മൈൻഡും ആക്കിയില്ല. ഇവനെ കണ്ടോ? ഇവനെന്തോ കുഴപ്പമുള്ളതാ, മാനസിക രോഗമോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇവന്. കണ്ടോ? വീഡിയോയില് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് എന്തൊക്കെയോ കുഴപ്പമുള്ള കാര്യ. ഒരു പൊട്ടനായിട്ട് സങ്കല്പിച്ചു നോക്കി. കണ്ടോ? മണ്ടേ, You don't know who I am. മണ്ട ചെങ്ങായിയവേ. പൊട്ടത്തരങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ. നോക്കണില്ലേ കുറുക്കെ?
ഗൈസ് അപ്പൊ നമ്മള് ഇതാ വീട്ടിലെത്തിയിട്ട് ചത്തുക്കുന്ന് അവർ ചത്ത് സാദിക്ക് ചത്ത് ഓൾറെഡി ചത്തെടുക്കാം. നമ്മള് കിടന്നുറങ്ങ കൊഞ്ഞി ഇനി ഒന്നിനും വയ്യ. ഈ മൂന്നാർ ട്രിപ്പ് നമ്മൾ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളുണ്ട്. പറയല്ലേ, അത് നല്ല മഴയുള്ള സമയത്ത് നിങ്ങൾ പോകരുത്. മയത്ത് പോവുകയാണെങ്കിൽ മയത്ത് പോവാ, പക്ഷെ മയത്ത് പോയില്ലെങ്കിൽ മയത്ത് പോണ്ട. നല്ല ബ്ലോക്ക് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം ബ്ലോക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാനിങ് ചെയ്യണം. ഏത് സാറ്റർഡേ സൺഡേ ഫ്രൈഡേ അങ്ങനത്തെ നോക്കി പ്ലാനിങ് ചെയ്യണം. പ്ലാൻ ചെയ്താലും ബ്ലോക്ക് ഉണ്ടാവും. അപ്പൊ ബ്ലോക്കിൽ കഴിച്ചിലാവും നമുക്ക് തോന്നില്ല. അവിടെ ഫുള്ള് ബ്ലോക്കാണ്. ഓട്ടോക്കാരന്മാരെ വിളിച്ച് പോവാണ്ടിരിക്കാം. ഒന്നെങ്കിൽ സ്വന്തം വണ്ടിയിൽ പോവാ, അല്ലെങ്കിൽ റെന്റിന് ബൈക്ക് ഓൾറെഡി ഫ്രീ ബുക്ക് ചെയ്തിട്ട് പോവാ. പിന്നെ ഫുഡ് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പാക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയാണ് നല്ലത്. ചോദിച്ചിട്ട് കഴിക്കുക ഫുഡ്. അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അവിടെ എന്താ കാണാനൊക്കെ എന്തൊക്കെയായാലുണ്ട്. ചുറ്റിലും വ്യൂ തന്നെ. കൊരങ്ങന്മാരെ ശ്രദ്ധിക്കുക. കൊരങ്ങന്മാര് ഗുണ്ടകളാവട്ടെ. അനാഥരാണ്, ഗുണ്ടകളാണ്, കൊന്നു കളയാൻ തോന്നുന്നു. ഐസ്ക്രീമൊക്കെ കടിച്ചു പഠിച്ചു കൊണ്ടുപോകും അടികളി. പിന്നെ സൂക്ഷിക്കണ്ടേ. പിന്നെ എക്കോ പോയിന്റിൽ എക്കോ ഉണ്ടാവുന്നില്ല എന്ന് വിചാരിക്കും, പക്ഷെ അങ്ങോട്ട് പോയ എക്കോ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാവും. നല്ലോണം പോയിന്റില് വെച്ച് പോയിന്റില് സൂ ഇട്ടിട്ട് കാര്യമില്ല. എല്ലാത്ത ആൾക്കാരും ഞാൻ കൂട്ടിയില്ലല്ലോ, ഞാൻ കൂയിട്ടില്ല. പോയിടുമ്പോ വരും. അല്ല കുയിക്ക് വന്നില്ല, ഞാൻ പോയിട്ടില്ല. അവിടെ ഉറങ്ങി കഴിഞ്ഞാൽ മറ്റേ ഫിഷ് ആവും. മറ്റേ ഫിഷ് ഫിഷ് എന്ന് പറഞ്ഞൊരു സാധനവും ആമ ഫിഷായി മാറും. ആമ ഒന്നാവും പലതായി. ആമ പറയുമ്പോ ഫിഷാ. ആമ ഫിഷ്, ഫിഷ്. അപ്പൊ ഇത്ര ഉള്ളു വീഡിയോ. ഒരാള് ബസ് കളിക്കാൻ നമ്മളിതാക്കാൻ പാടില്ല. ലൈൻ കെട്ടാ പണ്ടേ. അപ്പൊ എല്ലാരും കട്ടായി. അപ്പൊ എന്താ പോയില്ലേ. അടുത്ത വീഡിയോയില് കാണല്ലേ.